ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അടുക്കളയിൽ കയറിയ പിന്നെ ചായ പ്രധാനമാണല്ലോ. കാരണം മക്കൾക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ചായയാണ് ഫസ്റ്റ് വെക്കുക. അപ്പോൾ ആ ചായക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ തലേന്ന് തന്നെ തിളപ്പിച്ച് വെച്ചതാട്ടോ ഇപ്പോൾ കാണിച്ചത്. പിന്നെ ആ വെള്ളത്തിൽ ഞാൻ അതിനുശേഷം വെള്ളം മാറ്റിയത് കൊണ്ടിട്ട് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് ചായക്കാക്കി കുടിച്ച് ഞങ്ങളിതാ മദ്രസയിലോട്ട് പോകട്ടെ. ഭയങ്കര മഞ്ഞാണ് കേട്ടോ. ഈ ടൈം ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ ചുമ ഒന്നും അങ്ങോട്ട് മാറി വരുന്നില്ല. അങ്ങനെ ഇതാ മക്കൾ മദ്രസയിലോട്ട് പോയി. ഞാൻ പിന്നെ നടക്കാൻ ഇറങ്ങുമല്ലോ. എന്താ പറയുക, കുട്ടികളെ 8 മണിയാകുമ്പോഴാട്ടോ അവർക്ക് വിടും. അതിന് മുന്നേ എത്തണം, ചായ കാക്കണം എന്നുള്ളതുകൊണ്ടിട്ട്. അപ്പോൾ ഇന്ന് ചായ പരിപാടിയൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിച്ചതാട്ടോ. അപ്പോൾ ഇതാ പ്രാവ് രാവിലെ തന്നെ നല്ല 2 പ്രാവിനൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് പോയി. ആ വീട്ടിലുണ്ടായിരുന്ന വഴുതന കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ അതൊന്ന് ക്യാമറയിൽ പതിപ്പിച്ചതാണ് ഞാൻ. പോകുന്നത് വേറെ ഇങ്ങോട്ടില്ല. ഞങ്ങളിവിടെ എന്താ പറയുക, വട ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ വട. അപ്പോൾ വാങ്ങാമെന്ന് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞ് എന്നാൽ എനിക്കും വാങ്ങിച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ 126 രൂപക്കാട്ടോ വട വാങ്ങിച്ചത്. വടക്ക് വരുന്നത് 9 രൂപയാണ്. എന്താ പറയുക, അപ്പം ഞാൻ എത്ര വട വാങ്ങിച്ചിട്ടുണ്ടാവും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഉമ്മക്ക് വട കൊടുത്തതിന് ശേഷം ഉമ്മ തന്നതാണ് കാന്താരി മുളക് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ബിരിയാണി എല്ലാം ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്നു. വരുന്ന വഴിക്ക് ഞാൻ ചിക്കനും വാങ്ങിച്ചേ. അപ്പം ഞാനൊരു വടയും കട്ടനും കുടിക്കുന്ന ടൈമിന് ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ലഞ്ചിന് എന്തെങ്കിലും ഒന്ന് സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പം മുട്ട അങ്ങനെ തന്നെ പുഴുങ്ങി കൊടുത്താൽ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം ഇത്തിരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, പാത്രത്തിലാക്കി ടിഫിനൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് കേട്ടോ. അപ്പോഴാണ് നോമ്പൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. പറഞ്ഞ് ലാസ്റ്റ് ഇതൊരു കോപ്പിക്കോ കിട്ടുമെന്ന് കണ്ടപ്പം ഓക്കെ ആയിട്ട് പോയിട്ടുണ്ട്. മിഠായി വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞ് നിൽക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചോന്ന് മോനോട് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞങ്ങാണ്ട് സെറ്റായിട്ട് പോവാണ്. പിന്നെ അപ്പം മാഡത്തിന് 1-2 കോപ്പിക്കൊന്നും പോരട്ടോ, 5 കോപ്പിക്കോ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. കോപ്പിക്കോ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ പറയുക, ഏറ്റവും ഇഷ്ടമുള്ള മിഠായി വെച്ച് കോപ്പിക്കോ കേട്ടോ. 1 റുപ്യൻ്റെ പണ്ടൊക്കെ നമ്മൾ 50 പൈസക്ക് വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ 1 റുപ്യല്ലേ. അത് വാങ്ങാൻ വേണ്ടി അങ്ങനെ ഓക്ക് 5 കോപ്പിക്കോ വേണമെന്ന് പറഞ്ഞാൽ മെറ്റാക്ക് ബബിൾക്കും കൂടി വാങ്ങുന്നൊക്കെ പറഞ്ഞ് 2 ആളും കൂടി പോയി. കൂടെ മോൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവനും കൂടി പോയത്. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒതുക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ചോറ് ഉമ്മ തന്നുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് അത് മതി, ചൂടാക്കി എടുത്താൽ മതി. ബാക്കി പിള്ളേർക്ക് രാത്രി കൊടുക്കും ചെയ്യാം. അലക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കുളിച്ച് കയറി ഫുഡ് കഴിക്കുകയാണ്. കാന്താരി മുളക് ഉപ്പിലിട്ടതും നല്ല ചൂട് ചോറും തൈരും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.